ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭ 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവർഷത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയാണ് ഈ പ്രഖ്യാപനം സഭയിൽ അറിയിച്ചത്. പൂർണ്ണ ദണ്ഡവിമോചനവും ഈ വർഷത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത്, ആഗോള കത്തോലിക്ക സഭയിൽ വിവിധ ദേവാലയങ്ങൾ ഫ്രാൻസിസ്കൻ വർഷത്തോടനുബന്ധിച്ച് തീർത്ഥാടന കേന്ദ്രമായി പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള പള്ളികളായി ഉയർത്തപ്പെടുമ്പോൾ താമരശ്ശേരി രൂപതയിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ വിശുദ്ധ അൽഫോൻസ ഫൊറോന പള്ളി ഫ്രാൻസിസ്കൻ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി. ഇതേവർക്കും സന്തോഷിക്കാനും ഫ്രാൻസിസ് അസീസിയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളരാനുമുള്ള ഒരവസരമായി നമുക്ക് സന്തോഷത്തോടുകൂടി വിനിയോഗിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും തീക്ഷ്ണമേറിയ കർത്താവിൻ്റെ മുറിവുകളെ അഗാധമായി സ്നേഹിച്ച വിശുദ്ധൻ, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവൻ്റെ 5 മുറിവുകളും തൻ്റെ ശരീരത്തിൽ പേറിയവനാണ്. ഇറ്റലിയിലെ അസീസി പട്ടണത്തിൽ പ്രമുഖ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണറോഡിൻ്റെയും ഡോൺ പീക്കായുടെയും മൂത്ത മകനായി 1181 അദ്ദേഹം ജനിച്ചത്. മാമോദീസായിൽ ജിയോവാനി എന്ന പേര് കൊടുത്തിരുന്നുവെങ്കിലും വ്യാപാര ആവശ്യങ്ങൾക്ക് ഫ്രാൻസിൽ പോയിരുന്ന പിതാവ് തിരിച്ചു വന്നപ്പോൾ മകനെ ഫ്രാൻസിസ്കോ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് ആ ശിശു ഫ്രാൻസിസായി വളർന്നത്. 1205 അദ്ദേഹം പേപ്പൽ സൈന്യത്തിൽ ചേർന്ന് ജർമ്മൻ ചക്രവർത്തി ഫെഡറിക് രണ്ടാമനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. യാത്രാമധ്യേ സ്പൊളോറ്റോയിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ആരെയാണ് സേവിക്കേണ്ടത്, യജമാനനെയോ ദാസനെയോ? യജമാനനെ തന്നെ എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ, പിന്നീട് എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് ഞാൻ പറയാം, അശരീരി വ്യക്തമാക്കി. അവിടെ തുടങ്ങുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാനസാന്തരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വഴിത്തിരിവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം സൃഷ്ടിച്ചത് 5 ഘട്ടങ്ങളിലായിട്ടാണ്. അതിലൊന്നാമത്തേത് സ്പൊളോറ്റോയിലെ ദർശനമാണ്. കുഷ്ഠരോഗികളുടെ ആലിംഗനം, സാൻ ദാമിയാനോ പള്ളിയിലെ ക്രൂശിത രൂപത്തിൽ നിന്ന് കിട്ടിയ സന്ദേശം, അസീസിയിലെ മെത്രാൻ്റെ അരമനയിൽ നടന്ന സ്വത്തിൻ്റെയും കുടുംബ സ്വത്തിൻ്റെയും നിരസിക്കൽ, വിശുദ്ധ മത്യാസിൻ്റെ തിരുനാളിലെ സുവിശേഷ സന്ദേശം, ഇവയാണ് പിന്നീട് നടന്ന പരിവർത്തനത്തിൻ്റെ 4 വഴിത്തിരിവുകൾ. 1224 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം ലാവർണായിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകി അദ്ദേഹം ഇരിക്കുമ്പോൾ ഫ്രാൻസിസിന് ദുസ്സഹമായ ശാരീരിക വേദന അനുഭവപ്പെട്ടു. തുടർന്ന് കാൽപാദങ്ങളിലും കൈപ്പത്തികളിലും പാർശ്വത്തിലും മുറിവുകൾ കാണപ്പെട്ടു. മുറിവുകളിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീണു തുടങ്ങി. യേശുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യനിൽ പതിപ്പിക്കപ്പെട്ട ആദ്യത്തെ സംഭവമാണിത്. അദ്ദേഹം മരണാസന്നനായപ്പോൾ തന്നെ നഗ്നനായി തറയിൽ കിടത്താൻ ആവശ്യപ്പെട്ടു. തറയിൽ കിടന്ന് അദ്ദേഹം 142-ാം സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ സൂര്യകീർത്തനത്തിലെ അവസാന ഭാഗം കൂട്ടിച്ചേർത്തു. സഹോദരി മരണത്തെ പ്രതി കർത്താവ് സ്തുതിക്കപ്പെടട്ടെ. 1226 ഒക്ടോബർ 3 ശനിയാഴ്ച സായം സന്ധ്യയിൽ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി അന്ത്യശ്വാസം വലിച്ചു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. അന്ന് അദ്ദേഹത്തിന് 44 വയസ്സ് മാത്രം പ്രായം. ഒക്ടോബർ 4-ാം തീയതി ഗ്രിഗറി 9 മാർപ്പാപ്പയായി സ്ഥാനമേറ്റ കർദിനാൾ ഉഗേലിയോനോയുടെ കാർമ്മികത്വത്തിൽ ഫ്രാൻസിസിൻ്റെ മൃതശരീരം അസീസിയിലെ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ ആദരവോടെ സംസ്കരിച്ചു.
വമ്പിച്ച ഒരു ജനക്കൂട്ടം അതിന് സാക്ഷ്യം വഹിച്ചു. വിശുദ്ധൻ്റെ മരണത്തിന് ശേഷം വെറും 2 വർഷം കഴിഞ്ഞപ്പോൾ ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ മേൽപ്പറഞ്ഞ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ജൂബിലി വർഷത്തിൽ താമരശ്ശേരി രൂപതയും പെരിന്തൽമണ്ണ സെയിന്റ് അൽഫോൺസ് ഫൊറോന ദേവാലയത്തെ ദണ്ഡവിമോചന സാധ്യതയുള്ള താൽക്കാലിക തീർത്ഥാടന കേന്ദ്രമായി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ഈ ദേവാലയം സന്ദർശിക്കുന്നവർക്ക് സാധാരണയുടെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ താമരശ്ശേരി രൂപത മെത്രാൻ്റെ ഇത് സംബന്ധിച്ച ഡിക്രി വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം വയലിൽ വായിക്കുകയും പെരിന്തൽമണ്ണ അൽഫോൻസ ഫൊറോന പള്ളി പ്രധാന വാതിൽ വിശുദ്ധ വാതിലായി ആശീർവദിച്ച് അത് പൊതുജനത്തിന് പ്രവേശനത്തിനായി തുറന്നു കൊടുക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുസ്വരൂപം പ്രത്യേക വണക്കത്തിനും മാധ്യസ്ഥം പ്രാർത്ഥിക്കലിനുമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ്. താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് അഭിനന്യ റെമിജോ സിഞ്ചനാനിൽ പിതാവ് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 2026 ഏപ്രിൽ 12 ഞായറാഴ്ച പുതുഞായർ ദിനത്തിൽ കരുണയുടെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ അൽഫോൻസ ഫൊറോന പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രത്യേക ഡിക്രി വഴി ഉയർത്തുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ ഫൊറോന പള്ളി സന്ദർശിച്ച് വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിച്ച പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരുന്നവർക്ക് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയവും കൂടാതെ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ദാനധർമ്മവും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പരിശുദ്ധ പിതാവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഫോൻസ ഫൊറോന പള്ളി പൂർണ്ണമായും തീർത്ഥാടകർക്കായി വിശ്വാസികൾക്കായി തുറന്നു വച്ചിരിക്കുകയാണ്. ഏത് സമയവും ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ വാതിലൂടെ പ്രവേശിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാ ശനിയാഴ്ച ദിവസവും വൈകുന്നേരം ജപമാലയും തുടർന്ന് വിശുദ്ധ ബലിയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നൊവേന പ്രാർത്ഥനയും പ്രത്യേക ദണ്ഡവിമോചന പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ്. ഏവരെയും സ്നേഹപൂർവ്വം പെരിന്തൽമണ്ണ വിശുദ്ധ അൽഫോൻസ ഫൊറോന പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.